SIR നടപ്പിലാക്കുന്നതിന്റെ ഗൂഢലക്ഷ്യങ്ങൾ ഓരോന്നായി പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കുക എന്നതിലുപരി പ്രത്യേക വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത് പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരുടെ പേരുകൾ വ്യാപകമായി നീക്കം ചെയ്യപ്പെടുന്നുവെന്ന അതീവ ഗൗരവകരമായ സംഭവവികാസങ്ങളാണ് പുറത്തുവരുന്നത്. പതിനായിരക്കണക്കിന് മുസ്ലിം വോട്ടർമാരുടെ പേരുകളാണ് കൃത്യമായ പരിശോധനകളോ മുൻകൂർ അറിയിപ്പുകളോ ഇല്ലാതെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടത്. ഇൻഡോറിലെ ചില പ്രത്യേക നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ടർമാരെ ഒന്നടങ്കം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. ഇതിനായി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഫോം 7 ആണ്. പുനഃപരിശോധനയോ കൃത്യമായ വിവരശേഖരണമോ നടത്താതെ ഇത്തരത്തിൽ മുസ്ലിം വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്നും വെട്ടിമാറ്റാൻ നിർദ്ദേശം നൽകുന്നതും അണിയറ പ്രവർത്തനങ്ങൾ നടത്തുന്നതും BJP പ്രവർത്തകരാണെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വോട്ടർമാർ മരിച്ചുപോയെന്നോ ആ സ്ഥലത്ത് താമസിക്കുന്നില്ലെന്നോ കാണിച്ച് ഫോം 7 ദുരുപയോഗപ്പെടുത്തി BJP പ്രവർത്തകർ 200-ലധികം അപേക്ഷകളാണ് അകാരണമായി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളായി ഒരേ സ്ഥലത്ത് താമസിക്കുന്നവരും ജനന സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും ഉൾപ്പെടെയുള്ള രേഖകൾ കൈവശമുള്ളവരുടെ പേരുകൾ പോലും വെട്ടിമാറ്റപ്പെടാനുള്ള അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോം 7 വഴി ഒരു വോട്ടറുടെ പേര് നീക്കം ചെയ്യാൻ അപേക്ഷിക്കുന്ന വ്യക്തി അതേ ബൂത്തിലെ വോട്ടർ ആയിരിക്കണമെന്ന നിബന്ധന 2022-ൽ കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു. ഇപ്പോൾ മണ്ഡലത്തിലെ ആർക്കും ഏത് ബൂത്തിലെയും വോട്ടർക്കെതിരെ അപേക്ഷ നൽകാം എന്ന സ്ഥിതിയാണുള്ളത്. ഈ നിയമ ഭേദഗതിയാണ് ഇപ്പോൾ വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഇൻഡോറിലെ ചന്ദൻ നഗറിൽ വർഷങ്ങളായി വോട്ട് ചെയ്യുന്ന വോട്ടർക്ക് ഇത്തവണ വോട്ടില്ല. തലമുറകളായി ഒരേ സ്ഥലത്ത് താമസിച്ചു പോരുന്ന കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും വോട്ടില്ലാത്ത അവസ്ഥയും മണ്ഡലത്തിലുണ്ട്. ഓൺലൈൻ പരിശോധന നടത്തിയപ്പോഴാണ് പലരുടെയും പേരുകൾ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയത് അവർ പോലും അറിഞ്ഞത്. മുസ്ലിം വോട്ടേഴ്സിന്റെ പേര് വെട്ടിമാറ്റിയ BJP പ്രവർത്തകരുമായി മാധ്യമ പ്രവർത്തകർ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ ശബ്ദശകലങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തകരാണ്, അതുകൊണ്ടാണ് പേരുകൾ വെട്ടിമാറ്റിയതും എഴുതി ചേർത്തതെന്നും BJP പ്രവർത്തകർ ഫോൺ സംഭാഷണങ്ങളിൽ പറയുന്നത് വ്യക്തമായി കേൾക്കാം. പരാതി നൽകിയവർ അപേക്ഷ പിൻവലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇൻഡോറിലെ കോൺഗ്രസ് കോർഡിനേറ്റർ അബ്ദുൾ റസാഖ് പറയുന്നതനുസരിച്ച് പ്രധാനപ്പെട്ട 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ അട്ടിമറി നടക്കുന്നത്. അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നതെന്ന് കോൺഗ്രസ് പറയുന്നു. വാർഡുകളിൽ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ പല വോട്ടർമാരും പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്നവരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. BJP പ്രവർത്തകർക്ക് പാർട്ടിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതനുസരിച്ചാണ് പേരുകൾ നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയതെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തോട് മുഖം തിരിച്ചിരിക്കുകയാണ്. BJPയുടെ ആസൂത്രിതമായ നീക്കമാണെന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും നടപടികൾ കൈക്കൊള്ളാനോ മൗനം വെടിയാനോ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇൻഡോറിലെ വിഷയം വലിയ സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. കളക്ടറേറ്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് നടന്നുപോരുന്നത്. വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്നും അനധികൃതമായി വെട്ടിമാറ്റപ്പെടുന്ന നടപടി മധ്യപ്രദേശിലെ മറ്റ് വിഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നുവെന്നും ആരോപണമുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് തങ്ങളുടെ അവകാശം തിരികെ ലഭിക്കാൻ നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ട അവസ്ഥയാണുള്ളത്. പല ഉദ്യോഗസ്ഥരും അപേക്ഷകരുടെ പേര് വെളിപ്പെടുത്താൻ പോലും തയ്യാറാകുന്നില്ല എന്നതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ രേഖകൾ കൈവശമുണ്ടായിട്ടും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കപ്പെട്ടവർ നേരിടുന്ന പ്രയാസം ചെറുതല്ല.